രാഹുൽ, BJP കുറെ A-ക്ലാസ് മണ്ഡലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം 100% കാണിക്കുന്ന മണ്ഡലങ്ങളായ കുറച്ച് അധികം A-ക്ലാസ് മണ്ഡലങ്ങൾ. പക്ഷേ ഈ പറയുന്ന A-ക്ലാസ് മണ്ഡലങ്ങളെല്ലാം കൂട്ടിക്കാണിക്കുന്നതാണ്. അത് BJPയുടെ ഫണ്ട് തട്ടാനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിന്റെ അകവും പുറവും എല്ലാം കണ്ട വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്നതിലൊക്കെ ഒരു വസ്തുത ഉണ്ടാകുമല്ലേ? ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു സൂചന. അതൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്നത് എങ്കിൽ മാത്രമേ കൊടകര വഴി പണം വരൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ഷേപം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഒരുപാട് പണം അവിടെ നിന്നും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു. എന്താണെങ്കിലും നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ഫണ്ട് വേണം. BJPക്ക് ഫണ്ട് വരുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ്. പല ആളുകളും പറയുന്നത് UP-യിൽ നിന്നും അങ്ങ് നോർത്തിൽ നിന്നാണ് കേരളത്തിലേക്ക് പണം ഒഴുകുന്നത് എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതിന്റെ വസ്തുത എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ BJPയെ സംബന്ധിച്ച് മത്സരിക്കാൻ പണം വേണം. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ ഓരോരുത്തരെയും പർച്ചേസ് ചെയ്യണം. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തപ്പോൾ നരേന്ദ്രമോദി ഇട്ട ട്വിറ്റർ പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. ആ ട്വിറ്റർ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുക്കുകയാണ്. കേരളം അല്ലെങ്കിൽ ഈ തെക്കോട്ടുള്ള ഭാഗങ്ങൾ BJPക്ക് തൊടാൻ പോലും കഴിയില്ല എന്നൊരു ചിന്തയിൽ നിന്ന് ഇന്ന് BJP പല മണ്ഡലങ്ങളും ഭരിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ ഒരു വളർച്ച തന്നെയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് BJPയുടെ കാലം കഴിഞ്ഞു. കേരളത്തിലാണെങ്കിൽ പോലും BJPയുടെ ഗ്രാഫ് താഴേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ BJP ഉള്ള ഗ്രൂപ്പിസമാണ്. ഇവിടുത്തെ കോൺഗ്രസിനെക്കാട്ടും CPM-നെക്കാട്ടിലും കടുത്ത ഗ്രൂപ്പിസം നിലനിൽക്കുന്നത് കേരളത്തിലെ BJP-യിലാണ്. ഇല്ല എന്നൊന്നും നമുക്ക് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കാരണം അതിൽ നമ്മൾ കണ്ടിരുന്നു സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ തന്നെ അവിടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു ഭിന്നിപ്പ് വന്നു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ പക്ഷവും ഇപ്പുറത്തെ സുരേന്ദ്രൻ പക്ഷവുമായി രണ്ടായി തിരിഞ്ഞു കഴിഞ്ഞു. അതിൽ ഓരോ നേതാക്കളും പല വഴിക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. BJP പറയുന്നത് ഞങ്ങൾ ഒറ്റ മുന്നണിയാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നവർ പറയുമ്പോഴും ഈ ഞങ്ങളിൽ തന്നെ പല ഞങ്ങളുണ്ട് എന്നുള്ള വസ്തുത അവർ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും സുരേന്ദ്രൻ കൃത്യമായിട്ട് BJP-യിൽ അടിത്തറയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം രാജീവ് ചന്ദ്രശേഖരന് അടിത്തറയുള്ള നേതാക്കന്മാരെ അറിയില്ല, അവരെ എങ്ങനെ കൂടെ നിർത്തണം അറിയില്ല. ഒരു കോർപ്പറേറ്റ് ഓഫീസ് കൊണ്ട് നടക്കുന്നത് പോലെ പുള്ളി പറയും അനുസരിക്കണം. കിഡ് വന്ന് നമ്മൾ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഒരു നെപ്പോ കിഡ് വന്ന് ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും നിയമത്തെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്, നിയമത്തെ ജയിക്കുമെന്നും പറയുന്നുണ്ട്. അതൊരു A-ക്ലാസ് മണ്ഡലമാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആശയത്തിലെ പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് പഠിത്തമുള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും അങ്ങനെ വലിയ വലിയ ജോലികൾ ഉള്ളവർക്കും ബിസിനസ് മാഗ്നറ്റുകൾക്കും മാത്രമേ മത്സരിക്കാവൂ. കാരണം അറിവും വിവരവും ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയം അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം സ്വന്തം വീട് നന്നാക്കാത്തവൻ അല്ലെങ്കിൽ സ്വന്തം നാട് നന്നാക്കാൻ കഴിവില്ലാത്ത പണമില്ലാത്തവൻ വീട്ടിലിരുന്നാൽ മതി, ഞങ്ങളെപ്പോലുള്ള കാശുള്ള ആളുകൾ ഭരിക്കട്ടെ എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ലെവൽ ഓഫ് സുപ്രാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. BJP-യിലെ ആളുകൾക്ക് പോലും പ്രതിഷേധമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ നൂലിൽ കെട്ടി ഇറക്കിയതാണെന്ന് ഒരുപാട് ആളുകൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. BJP-യിൽ ഉള്ളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പലപ്പോഴും പുറത്ത് കാണിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJP-യിൽ നിന്ന് ഇതൊരു ഭിന്നതയാണ്. അത് സുരേന്ദ്രനാണെങ്കിലും ശോഭാ സുരേന്ദ്രനാണെങ്കിലും അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ എല്ലാവരും ഡിഫറൻ്റ് ആയിട്ട് തങ്ങൾക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവി വേണം എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു അനിശ്ചിതത്വം മാറ്റാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടിറക്കുന്നത്. പക്ഷെ അത് BJPക്ക് തന്നെ ഒരു വിനയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേതാക്കന്മാരെല്ലാം പല വഴിക്ക് പോയി. പിന്നീട് ഫണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്. കാരണം സംസ്ഥാന പ്രസിഡന്റാണ്. എവിടെയൊക്കെ പൈസ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം അദ്ദേഹത്തിന് അറിയാം. പൈസ വരണമെങ്കിൽ BJPക്ക് വളർച്ചയുണ്ട്. BJPയുടെ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. അതുകൊണ്ട് A-ക്ലാസ് മണ്ഡലങ്ങൾ ഇപ്പോൾ കൂടുതൽ മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കാണിച്ചുകൊണ്ട് ഒരുപാട് പൈസകൾ ചോദിക്കാം. അത്രയും പ്രചാരണത്തിന് വേണ്ടി പൈസ ഒഴുകും. കാരണം കേരളത്തിൽ ശക്തമായൊരു വേര് BJPക്ക് ഉണ്ടാവണം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന്റെയും കൂടെ ആവശ്യമാണ്. അത്രയ്ക്ക് പണം വരും. ഇപ്പോൾ കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്രയധികം കുറേയധികം A-ക്ലാസ് മണ്ഡലങ്ങളുള്ള CPM-നോ UDF-നോ വരാത്തത്ര സാമ്പത്തിക ഭദ്രത BJPക്ക് ഉണ്ട്.
അത് അവർക്കിവിടെ കേരളത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് BJP വളരുന്നുണ്ടോ വളരുന്നില്ലയോ എന്നുള്ളത് ഒരു രണ്ട് തട്ടിലുള്ള ചോദ്യങ്ങളാണ്. ഇതിന് രണ്ടിനെയും സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളും ന്യായീകരണങ്ങളും നമ്മൾ പല കാലത്തായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ, ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇട്ട പോസ്റ്റുകളുണ്ട്. അത് വായിച്ചാൽ നമുക്ക് തോന്നും കേരളം ഫുള്ള് കാവി പുതച്ചിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അപ്പോൾ പലരും പറയുന്നത് ഈ 20% നിന്ന് 16% വോട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പുറത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് BJP പതിയെയാണെങ്കിലും വളർന്നു വരുമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? കണക്കുകൾ പ്രകാരം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് വലിയൊരു തകർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതം BJPക്ക് നന്നേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ വിജയ സാധ്യത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം BJP ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടുതൽ പൈസ അതുവഴി BJPയിലേക്ക് വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJP ഇനിയും A ക്ലാസ് മണ്ഡലങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ 140 മണ്ഡലങ്ങളും A ക്ലാസ് മണ്ഡലമാണ് എന്ന് പറയണമെന്നാണ് എന്റെ ആഗ്രഹം. നമ്മൾ ഏതൊരു പോയിന്റ് സംസാരിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. A ക്ലാസ് മണ്ഡലങ്ങൾ കൂട്ടുന്നു, പണം വരുന്നു എന്നുള്ളൊരു ഫാക്ടറിലേക്ക്. അല്ല, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് 140 മണ്ഡലവും BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് എന്ന് BJP പറയണം, വരുത്തി തീർക്കണം. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഒരു ഇലക്ഷന് ചെലവാകുന്നത് ഏകദേശം 2 കോടി 3 കോടി രൂപയാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാകുന്ന തുക പലപ്പോഴും ഓഡിറ്റിങ്ങിലൊന്നും ഇത് വരത്തില്ലെങ്കിലും 2 കോടി 3 കോടി 5 കോടി ഒക്കെ ചെലവാക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. മിനിമം ഒരു 2 കോടി 1 കോടിയെങ്കിലും പല ആളുകളും ചെലവാക്കാറുണ്ട്. 1 കോടി അടുപ്പിച്ചാണ് എല്ലാത്തിനും ചെലവ് വരുന്നത്. അപ്പൊ ഈ 1 കോടി രൂപ വെച്ച് 140 മണ്ഡലങ്ങളിലാവുമ്പോൾ 140 കോടി രൂപ കേരളത്തിലേക്ക് വന്നു. അതിനപ്പുറത്തേക്ക് ഒരു 3 കോടി വെച്ചൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വരുന്നതെങ്കിൽ നമുക്ക് കൂട്ടാം. 140, 280 അങ്ങനെ 300 കോടിയിലധികം അത് എത്തിക്കഴിഞ്ഞു. 300 കോടി. അതെ, നോർത്തിൽ നിന്നാണ് പണം വരുന്നതെങ്കിൽ നല്ലതല്ലേ? കേരളത്തെ സംബന്ധിച്ച് പൈസ എവിടേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ മലയാളികൾ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേരളത്തിലേക്ക് പണം ഒഴുകുന്നതാണ്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് പണം വരുന്നത്. അങ്ങനെയാണ് സാധാരണപ്പെട്ട അവന്റെ കയ്യിലോട്ടൊക്കെ കാശ് വരുന്നത്. അപ്പോ ഒരു എക്കണോമിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ എപ്പോഴും നല്ലതാണ്. കാരണം CPM നേതാക്കൾക്ക് രക്ഷപ്പെടാം, ഇവരെല്ലാം ഒരു നല്ല നിലയിൽ. CPM, കോൺഗ്രസ്, BJP എല്ലാ നേതാക്കന്മാരും കൂടെ ഒരു മണ്ഡലത്തിൽ ഏകദേശം 3 കോടി തൊട്ട് 5 കോടി 10 കോടി രൂപയാണ് ഒരു മണ്ഡലത്തിൽ ചെലവാകുന്നത്. 3, 4 ഒരു 10 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ചെലവാകുന്നത്. അപ്പൊ ആ മണ്ഡലത്തിലേക്ക് ഒഴുകുന്ന പണം അവിടുത്തെ കടകൾക്ക് മെച്ചപ്പെടാം. അതെ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വളർച്ച, നേരിട്ട് നേട്ടവും മെച്ചമോ വികസനമോ ഒന്നും നടക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറെ ഒരു നീക്കുപോക്കുകൾ നടക്കും. ഒരു ഉത്സവത്തിന് അവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടം നടക്കുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു 100 അണികളെ 500 രൂപ കൊടുത്ത് ഇറക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തില് ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്ക് ലാഭമാണ്. അതെ, അവരവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു പൈന്റ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ബിവറേജിലേക്ക് കുറച്ച് ലാഭം പോകുന്നു, സർക്കാരിന് ലാഭം. അങ്ങനെ ലാഭങ്ങളുടെ ഒരു കച്ചവടമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പിന്നെ വീടില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും നിനക്ക് ഞാൻ വീട് വെച്ച് തരാമെന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ വീട് ചിലർക്ക് മാനസികമായിട്ട് ഇത് കാണും. എല്ലാവരും മുന്നിൽ വെച്ച് പറഞ്ഞല്ലേ, കാരണം ഈ സമയത്താണ് എല്ലാവരും ഫോണും കൊണ്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ റീൽസുമായിട്ടാണ് നടക്കുന്നത്. ഏതെങ്കിലും അമ്മയെ കാണുമ്പോഴത്തേക്കും മോനെ എനിക്കൊരു വീട് വേണമെന്ന് സാധാരണപ്പെട്ട അമ്മമാര് അവരുടെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറഞ്ഞുകൊണ്ടുണ്ടാകും. കാരണം അത്രയും ദയനീയ അവസ്ഥയായിരിക്കും. ഇത് പറയുമ്പോൾ ഏതെങ്കിലും നേതാവ് പറയും ഞാൻ ശ്രമിക്കാം, ഞാൻ വെച്ച് തരും, തോറ്റാലില്ലെങ്കിൽ ഞാൻ വെച്ച് തരും. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ തോറ്റു കഴിഞ്ഞാലും അവർ മാനസികമായിട്ട് ഇത് കാണുമല്ലോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇതേപോലെ ഒരുപാട് വീഡിയോസ് കാണും. അപ്പൊ അതിന്റെ പേരിൽ വീട് വെച്ച് കൊടുക്കുക. അതെ, ഒരുപാട് മനുഷ്യർക്ക് നേട്ടം ഉണ്ടാകാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ജനങ്ങളെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നേതാക്കന്മാർ അങ്ങ് കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. 140 മണ്ഡലങ്ങളും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാകട്ടെ. അതെ, ആകട്ടെ, പണം വരട്ടെ അല്ലേ.